ഇന്ന് നമ്മളുള്ളത് റിയാദ് നാഷണൽ മ്യൂസിയത്തിലാണ് കേട്ടോ. റിയാദിലെ കിങ് അബ്ദുലാസിസ് ഹിസ്റ്റോറിക്കൽ സെൻറ്ററിൻ്റെ ഭാഗമായിട്ടാണ് റിയാദ് നാഷണൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 1999 ഉദ്ഘാടനം ചെയ്ത ഈ മ്യൂസിയം സൗദി അറേബ്യയുടെ ആധികാരികതയും ആധുനിക വാസ്തുവിദ്യയും ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം 17,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ് ഈ മ്യൂസിയത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മ്യൂസിയം ഫുള്ള് കണ്ടിറങ്ങാൻ വേണ്ടി ഏകദേശം 2 തൊട്ട് 3 മണിക്കൂർ വരെ വേണ്ടി വരും ഗൈസ്. 8 വലിയ ഹാളുകളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. അതിലെല്ലാം പറയുന്നത് പണ്ടത്തെ ഭൂമി, മൃഗങ്ങൾ, അതുപോലെ പാറ, പഴയ അറബി രാജ്യങ്ങൾ, അതായത് BC കാലത്തെ മുൻപുള്ള കഥകൾ, പഴയ സൗദി രാജ്യം എങ്ങനെയാണ്, അന്നത്തെ രാജ്യഭരണം എങ്ങനെയാണ്, അതുപോലെ എങ്ങനെയാണ് സൗദി ഉണ്ടായത്, അതുപോലെ അബ്ദുലസീസ് രാജാവ് രാജ്യം ഒന്നാക്കിയ കഥ എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്ന് കാണാനുണ്ട് കേട്ടോ. റിയാദ് നാഷണൽ മ്യൂസിയത്തിലെ സ്പെഷ്യലായിട്ടുള്ള ഒരു ആനയുടെ അസ്ഥികൂടമാണ് ഇത്. ഇതിപ്പോഴുള്ള ആനയല്ല, ഇത് ചരിത്രാതീത കാലത്തെ ആനയാണ്. അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരാന. സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയതാണ് ഈ അസ്ഥികൂടം. പണ്ട് സൗദി മരുഭൂമി ആയിരുന്നില്ലത്രേ, നദികളും മരങ്ങളും നിറഞ്ഞ സ്ഥലമായിരുന്നു. അവിടെ ആന ഉണ്ടായിരുന്നു. ഇപ്പോൾ സൗദിയിൽ ആനകളില്ല, പക്ഷേ പണ്ടുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ടാണ് അവർ ഈ അസ്ഥികൂടം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിലെ മനുഷ്യനും പ്രപഞ്ചവും എന്ന ഹാളിലാണ് ഈ അസ്ഥികൂടം വെച്ചിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ പഴയ തോക്ക്, വെള്ളിക്കടാര, സൗദിയുടെ ആദ്യത്തെ നാണയം, അതുപോലെ മൃഗത്തോല് കൊണ്ടുണ്ടാക്കിയ പുസ്തകം, ഒട്ടകത്തോലിൽ എഴുതിയ പഴയ ഗ്രന്ഥങ്ങൾ, അതുപോലെ സ്വർണം കൊണ്ട് എഴുതി 1000 വർഷം പഴക്കമുള്ള ഖുറാന്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പോയത് ഈദിൻ്റെ ടൈമിലായതുകൊണ്ട് തന്നെ നമുക്ക് അവർ ഗെയിംസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മാത്രമല്ല, അന്ന് അവിടെ ചെന്ന എല്ലാവർക്കും ഗെയിമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 3 കാർഡ് തരും, പിന്നെ നമ്മുടെ ഫോട്ടോ അവരെടുത്ത് തരും. അപ്പം നമ്മുടെ ഫോട്ടോയും കൂടെ ചേർത്ത് അവർ തരുന്ന കാർഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. നമുക്കങ്ങനെ ഫൈനലായിട്ട് കിട്ടിയ ഫോട്ടോയാണ് കേസ് ഇത്. ഹായ്, കൊള്ളാം കേട്ടോ. കൊള്ളാം. ഈ ഫോട്ടോ ഇതിനുള്ളിൽ വെക്കണം ഗൈസ്, പക്ഷെ നമ്മുടെ വലിയ ഫോട്ടോയാണ് നമ്മൾ വെക്കുന്നില്ല ഗൈസ്. നമ്മളത് ഭാഗ്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കത് വീട്ടിൽ കൊണ്ടുപോകാം ഗൈസ്. ശരിക്കും നമുക്കൊരു റിയാദ് മെമ്മറി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ആയിരുന്നു കേസ്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഫോട്ടോയാണത്. അങ്ങനെ നമ്മൾ ആ ഗെയിം സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് ആക്കിയിട്ട് നമുക്ക് വേറെ കുറേ ഗെയിം സെഷൻ ഉണ്ടായിരുന്നു കേസ്. അപ്പം നമ്മൾ അവിടോട്ട് പോയതാണ്. കുറച്ച് മുന്നേ ഞാൻ ഇങ്ങനൊരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഹാർട്ട്
മ്യൂസിയത്തിൻ്റെ മുന്നിലായിട്ട് കാണപ്പെടുന്ന വലിയ വാട്ടർ ഫൗണ്ടറാണ് കേട്ടോ ഇത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്, അതുപോലെ ഗാർഡൻ ഏരിയ പോലെയുണ്ട്, നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതുപോലെ നമുക്ക് വെള്ളത്തിൻ്റെ അകത്തൂടെ നമുക്ക് നടക്കാൻ പറ്റില്ല, പക്ഷേ അതിന് ഒരു നടപ്പാത എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഗൈസ്. അപ്പോൾ അതിലും വഴിയാണെങ്കിൽ നമുക്ക് നടക്കാം. ഇതാണ് ഹിസ്റ്റോറിക്കൽ പാലസ്. ഇതിനുള്ളിൽ കയറാം. നമ്മൾ മടുത്തു. നമ്മൾ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ ഇത് ഇടുന്നതായിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഓർത്ത് വെച്ചോളെ. അവരോർത്ത് വെച്ചോ, നമ്മളിപ്പോൾ മറന്നു. നിങ്ങൾ ഗൈസ് ഓർത്ത് വെച്ചിട്ട് ഇടയ്ക്കേണ്ടി ഒന്ന് ഓർമ്മിക്കും. ഈ വെള്ളത്തിനുള്ളിൽ കൂടെ പോകുന്ന ഈ ഒരു പരിപാടി അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മൾ ആ പിള്ളേരുടെ കൂടത്തി നമ്മൾ ആ പിള്ളേരെ പോലെ ഓടി നടക്കുമായിരുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്തോട് നടക്കുമായിരുന്നു ഗൈസ്. നല്ല രസമായിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി നല്ല ചൂടാണ്, അപ്പം ആ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ നല്ല സുഖം. അതുകൊണ്ട് നമ്മൾ അതിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. വേറൊരു പരിപാടി ഉണ്ട്, ഇങ്ങനെ മറ്റേ ചങ്ങാടം പോലത്തെ ഒരു സെറ്റപ്പിൽ പിള്ളേരെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. നമ്മളെ കൊണ്ടുപോയില്ല ഗൈസ്, കൊച്ചു പിള്ളേർ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അപ്പം അത് അവർക്കുള്ളതാണ് ഗൈസ്, ഇത് മാത്രം നമുക്കുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ ഒരു 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഗൈസ്. അപ്പോഴേക്കും ഫുള്ള് നനഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.